കുട്ടികളെ ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് മോർണിംഗിലല്ല നാം വീഡിയോ ചെയ്യുന്നത്, ഉച്ചയ്ക്ക് ഒരു 2 മണിയായിട്ടുണ്ടാവും. അപ്പോൾ നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം, പുതിയൊരു വിഷയമാണ് ഫിസിക്സ്. SSLC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും ഫിസിക്സ്. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് ഉന്നതമായ വിദ്യാഭ്യാസ ചിന്തകളുള്ള കുട്ടികൾക്ക് എടുത്ത് പഠിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ് ഫിസിക്സ്. ഊർജം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്തതല്ലേ. ലോകം നിലനിൽക്കുന്നതിന് ഊർജത്തിലാണ്. ആ തിലകരൊക്കെ പറഞ്ഞ പോലെ മാത്സിനെ കുറിച്ച് പറഞ്ഞില്ലേ, ലോകത്തിൻ്റെ സ്പന്ദനം മാത്സിലാണെന്ന് പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ മാത്സിലായിരിക്കാം അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട സ്പന്ദനം. എന്നാൽ ലോകത്തിൻ്റെ സ്പന്ദനം ഊർജത്തിലാണ്. എനർജി ഇല്ലെങ്കിൽ ലോകം ഒരിക്കലും ചലനാത്മകമാകില്ല. ലോകത്തെ ചലിപ്പിക്കുന്നത് പലതരത്തിലുള്ള ഊർജങ്ങളാണ്. ആ ഊർജത്തെക്കുറിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് യഥാർത്ഥത്തിൽ ഫിസിക്സ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ഊർജതന്ത്രം എന്നൊക്കെയല്ലേ പറയുക. ഊർജത്തെ കുറിക്കുന്നൊരു തന്ത്രം. എന്തായാലും നമുക്ക് നമ്മുടെ പഠിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒന്നാമത്തെ പാഠത്തിലാണ് നാം പഠിക്കുന്നത് ഇലക്ട്രിസിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പം ഇലക്ട്രിസിറ്റി ശരിക്കും എന്താണ്? ഇറ്റ് ഈസ് ദി ഫോം ഓഫ് എനർജി. ഒരു ഊർജ രൂപമാണ് ഇലക്ട്രിസിറ്റി. എങ്കിലും പിന്നെ ഇലക്ട്രിസിറ്റിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യും? എങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ? സാധാരണയൊക്കെ നമുക്ക് പറയാം ഇലക്ട്രിസിറ്റി ഈസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം. അത് കറണ്ട് ഇലക്ട്രിസിറ്റിയാണ് നമുക്ക് പറയാം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന 2 വിഭാഗങ്ങളുണ്ട്. സ്റ്റാറ്റിക് നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നിങ്ങൾക്കറിയാലോ, ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്നത് മേഘങ്ങളിലുണ്ടായിരിക്കുന്ന ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാരണമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മൂവ് ചെയ്യുന്നൊരു വാഹനത്തിന്, ഒരു പെട്രോൾ വാഹനമൊക്കെ ആണെങ്കിൽ അതിൻ്റെ പെട്രോളിൻ്റെ അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ ചലന മുഖേന കുറച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാകുമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. വിമാനങ്ങളൊക്കെ ലാൻഡ് ചെയ്യുമ്പോൾ നാം സാധാരണ കാണുന്നൊരു കാര്യമാണ്, അതിൻ്റെ വീല്, ടയർ ഭൂമിയുമായി ടച്ച് ചെയ്യുമ്പോൾ ഒരു തീപ്പൊരിയുണ്ട്, സ്പാർക്കിംഗ് ഉണ്ടാകും. ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഭൂമിയുമായിട്ടുള്ള ഉരസല്, റോഡുമായി അതിൻ്റെ ടയർ ഉരസമുണ്ടാകുന്ന ആ പെട്ടെന്നുള്ള രീതിയിലുള്ള ഒരു സ്പാർക്കിംഗ് ആണെന്നാണ്. അങ്ങനെയല്ല. വിമാനം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ അത് അവിടെ വീലിൻ്റെ ഒരു ഭാഗത്ത് അതിനെ സെൻട്രലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഭൂമിയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഉടനെ അത് ഡിസ്ചാർജ് ചെയ്തു പോകുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു സ്പാർക്കിംഗ് ഉണ്ടാകുന്നത്. നമ്മുടെ വിഷയം കറണ്ട് ഇലക്ട്രിസിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് ഭൂമിയിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ബാറ്ററി നമ്മളധികം അതിനുപയോഗിക്കുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നമുക്ക് അത്രത്തോളം ഉപയോഗയോഗ്യമല്ലല്ലോ. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കറണ്ട് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പറയാം. ഈ കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് പറയുന്ന ഒരു ഡെഫിനിഷനാണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ എന്താണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ എന്നറിയേണ്ടത്, എന്താണ് ഫ്ലോ എന്നറിയേണ്ടത്, എന്നാലേ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതെങ്ങനെ സാധിക്കാല്ലേ? ഇപ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ. സാധിക്കാതിരിക്കൊന്നുമില്ല, നമ്മൾ ജീവിക്കും. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കില്ല. നമ്മളിന്ന് ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ കൊറോണയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ലോക്ക്ഡൗണിൽ നമ്മൾ ജീവിക്കുമെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടോ? സങ്കല്പത്തിൽ പോലും ഉണ്ടോ നമുക്ക്? ആരുടെയെങ്കിലും ഭാവനയിലും ഉണ്ടായിരുന്നു? ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ്റെ ഭാവനയിൽ അങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ലോകം ചിന്തിക്കാത്ത രീതിയിൽ ലോകത്തെ പ്രകൃതി തന്നെ എത്തിച്ചു. അപ്പോൾ
കുറേ വർഷങ്ങൾ മുമ്പ് ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കറണ്ട് ഇലക്ട്രിസിറ്റി കണ്ടെത്തിയിട്ട് ഇപ്പോൾ എത്ര കാലം, വളരെ കുറഞ്ഞ കാലങ്ങളേ ആയിട്ടുള്ളൂ. ഒരു 500 വർഷം മുമ്പുള്ള ജനങ്ങളുടെ ജീവിതാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവന്ന് എത്ര വലിയ രാജാവാണെങ്കിലും ഒരാളെടുത്തിട്ട് പങ്ക അല്ലെങ്കിൽ വിശ്വര എടുത്ത് വീശിയാലല്ലേ കാറ്റ് കിട്ടുള്ളൂ. നിങ്ങൾ ഇന്ന് ഇരിക്കുന്നത് ഒരു ഫാനിൻ്റെ ചോട്ടിലായിരിക്കും, അല്ലെങ്കിൽ AC റൂമിലായിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ്, അത് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. അതുപോലെ നിങ്ങൾ കാണുന്ന TV, അങ്ങനെ വേണ്ട നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന മിക്കവാറും വസ്തുക്കൾ നാം അറിയാതെ തന്നെ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. നമുക്ക് നല്ല ദാഹമുണ്ട്, ചൂടുകാലാണ്, വെള്ളം കുടിക്കണം, നമുക്ക് ഫ്രിഡ്ജ്, തണുത്ത വെള്ളം നമ്മൾ കുടിക്കുന്നത് അല്ലേ. പിന്നെ നമുക്ക് സ്കൂളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വസ്ത്രങ്ങളൊക്കെ അയൺ ചെയ്യുന്നതാണ്. നമുക്ക് അതിന് അയൺ ബോക്സ് ഉപയോഗിക്കുന്ന ആദ്യകാലങ്ങളിലെ പോലെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പൊതുവായി തേക്കുന്ന ആൾക്കാരുണ്ട്, അയൺ ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന കരിപ്പെട്ടിയൊന്നുമല്ല, നാം ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ അയൺ ബോക്സാണ്. നമുക്ക് ആ എക്യുപ്മെൻറ്റ്സ് ഒന്ന് ആദ്യം പരിചയപ്പെട്ടുകൊണ്ട് പോയി നോക്കി വെക്കാം. ടിപ്സ് നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്തൊക്കെയാണെന്ന്. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ എക്യുപ്മെൻറ്റ്സ് വരും അല്ലേ. ഫാൻ ഒന്ന്, ലൈറ്റിനെ നിങ്ങൾ വ്യത്യാസം നോക്കൂ. ബൾബുണ്ട്, സാധാരണ ബൾബിന് പറയും ഇൻകാൻഡസെൻ്റ് ലാമ്പ് എന്ന് പറയും. പിന്നെ നാം സാധാരണ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറസെൻ്റ് ലാമ്പുണ്ട്. ഇപ്പോൾ LED ലാമ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്, LED. പിന്നെ CFL എന്ന് പറഞ്ഞിട്ട് അല്ലേ, CFL എന്ന് പറഞ്ഞ ചില ലൈറ്റ് കാണും, ട്യൂബ് ലൈറ്റ് പോലെ തന്നെ ബൾബായിട്ട് ഉപയോഗിക്കുന്ന CFL. പിന്നെ സിനിമ തിയേറ്ററിലേക്ക് ഉപയോഗിക്കുന്ന ആർക്ക് ലാമ്പുകൾ, പിന്നെ ഫ്ലഡ് ലൈറ്റ് ഉപയോഗിക്കുന്നു. അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ലൈറ്റുകൾ നമുക്കൊന്ന് അറിയാം. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഫാൻ എന്ന് പറയുന്നത്. ഫാനിൻ്റെ ഒപ്പം തന്നെ വീട്ടിൽ നല്ല ചൂടുള്ളവരും സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ AC വാങ്ങിച്ച് ഫിറ്റ് ചെയ്യും. AC ഇതുപോലെ വൈദ്യുതി ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്. പിന്നെ നാം ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് നമ്മുടെ TV അല്ലേ. അത് ശബ്ദവും വെളിച്ചവും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. നമ്മുടെ നാം ചിന്തിക്കുന്ന രീതിയിലേക്കളപ്പുറമുള്ള ഒരു പ്രത്യേക ഒരു വിഷ്വലൈസിലേക്ക് നമ്മൾ TV കൊണ്ടുപോകുന്നു. എല്ലാ തിയേറ്ററുകളും നമുക്കിന്ന് വീട്ടിലാക്കി മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപയോഗിക്കും അയൺ ബോക്സ് അല്ലേ. ചില വീടുകളിൽ വെള്ളമൊക്കെ ചൂടാക്കാൻ വേണ്ടി ഹീറ്റർ ഉണ്ടായിരിക്കും. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണെങ്കിൽ റൂമിൽ നല്ല ഇപ്പോൾ അവർ മിക്കവാറും ഇപ്പോൾ 16 ഡിഗ്രിക്ക് താഴേക്ക് തണുപ്പുള്ള ആളുകളല്ല, ചൂടുള്ള അത്രയാണ് അവരുടെ ടെമ്പറേച്ചർ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന റൂം ഹീറ്ററുകളുണ്ട്. അങ്ങനെ പല ഘടകങ്ങളും ഉണ്ടായിരിക്കുക. നമുക്ക് എങ്ങനെയാണ് ഈ ഉപകരണങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് നോക്കിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിലേക്ക് വൈദ്യുതി വരുന്നത് പോസ്റ്റിൽ നിന്നുള്ള 2 കമ്പികൾ വഴിക്കുകയാണ് അല്ലേ. നിങ്ങൾക്ക് സാധാരണ നാടൻ ഭാഷ ഉപയോഗിച്ച് നോക്കുക. കമ്പികൾ വഴിക്കാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ആ വരുന്ന കമ്പികളിൽ ആകെ 2 കമ്പിയെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഒറ്റ വയറുണ്ടോ, അതിൽ 2 കമ്പി ഉണ്ടായിരിക്കും. ഒന്ന് ഫേസ് ലൈനും ഒന്ന് ന്യൂട്രൽ ലൈനാണ്. ഈ ലൈൻ തന്നെയാണല്ലോ നമ്മുടെ വീടുകളിൽ മുഴുവൻ പല ഉപകരണങ്ങളിലേക്കും സപ്ലൈ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു എർത്ത് ലൈനും കൂടി ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. എന്തായാലും നമുക്ക് 2 ലൈൻ നമുക്ക് അതിലേക്ക് വരുന്നു. ഈ 2 ലൈൻ തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ ഫാൻ കറങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതും. അതേ കമ്പി ഉപയോഗിച്ചിട്ട് തന്നെയല്ലേ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടല്ലേ ബൾബ് കത്തിക്കുന്നതും. ആ ലൈൻ ഉപയോഗിച്ച് കുറച്ചും കൂടി കനമുള്ള കമ്പി ഉപയോഗിച്ച് നമ്മുടെ അയൺ ബോക്സും ഹീറ്ററും പ്രവർത്തിപ്പിക്കുന്നു. ഫ്രിഡ്ജിലേക്കും ആ ലൈൻ തന്നെയല്ലേ പോകുന്നത് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒറ്റ ലൈനാണ് ഇതെല്ലാം വരുന്നത്. എന്നിട്ടും ഫാനിൻ്റെ അടുത്തെത്തുമ്പോൾ ഫാൻ കറങ്ങല്ലേ ചെയ്യുന്നത്, കത്തുന്നുണ്ടോ? ഇല്ല. ബൾബിൻ്റെ അടുത്ത് പോകുമ്പോൾ ബൾബ് കിടന്ന് കറങ്ങുന്നുണ്ടോ? ബൾബ് കത്താണ് ചെയ്യുന്നത്. ഹീറ്ററിൻ്റെ അടുത്ത് പോകുമ്പോഴോ ഇത് 2 ചെയ്യുന്നില്ല, അത് ചൂടാക്കുന്നു, അതിൻ്റെ ഉള്ളിലുള്ള കോയിലിനെ ചൂടാക്കുന്നു. അതേപോലെ ഫ്രിഡ്ജിലേക്ക് ആകുമ്പോഴുണ്ടാകുന്ന ഓപ്പോസിറ്റ് പ്രവർത്തനം തണുപ്പിക്കുക. പക്ഷെ തണുപ്പിക്കുന്ന വൈദ്യുതി തന്നെ അതിന് വേറെ ഒരു മെത്തേഡുകളൊക്കെ ഉണ്ട്. അതിനുപയോഗിക്കുക. നമുക്ക് CFC എന്നൊക്കെ പറയുന്ന വാദമൊക്കെ നിങ്ങൾ കേട്ടോ
അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരൊറ്റ ലൈനിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പം പിന്നെ വരുന്ന വൈദ്യുതിയുടെ ഗുണത്തേക്കാൾ ഉപരി നാം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉപകരണങ്ങളിലെ മാറ്റങ്ങളാണല്ലോ ഇതിനെ മാറ്റിയെടുത്തത്, അല്ലേ? MBBS പഠിച്ച ഒരു ആള് ഡോക്ടറായിട്ട് മാറും. ഈ ഡോക്ടർ പക്ഷേ നമുക്കറിയാം പല ഡോക്ടറും വരുന്ന ചില കളക്ടർമാരാണ്. കളക്ടർക്ക് എന്താ ഇപ്പോൾ മെഡിസിനിൽ പണി. അപ്പോൾ അവിടെ എന്താ ഉപയോഗിച്ചത്? ഡോക്ടറാകാനുള്ള ചിന്താശക്തിയും കഴിവുമുണ്ടെങ്കിൽ അവരെ കളക്ടറാക്കി കഴിഞ്ഞാൽ കാര്യങ്ങളെ ആ വകതിരിവോടുകൂടെ ബുദ്ധിയോടുകൂടെ പ്രവൃത്തിപാതയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഈ ഗവേണിംഗ് ബോഡിക്ക് അറിയുന്നത് കൊണ്ടാണ് ഒരു MBBSകാരനെ ഒരു ടെസ്റ്റിലൂടെ പാസ്സാക്കിച്ച് അല്ലെങ്കിൽ പാസ്സായി കഴിഞ്ഞാൽ അയാൾക്ക് കളക്ടർ ഉദ്യോഗം കൊടുക്കുന്നത്. ഒരൊറ്റ ആൾ തന്നെയാണ്. പക്ഷെ അയാൾക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എപ്പോൾ? സാഹചര്യം അനുസരിച്ച്. അപ്പോൾ ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കലാണ് നാം ചെയ്യുന്നത്. ഫാൻ കറങ്ങണമെങ്കിൽ, അതിൻ്റെ ലീഫുകൾ കറങ്ങണമെങ്കിൽ അതിനനുസരിച്ച് സംവിധാനം അതിൽ വേണം. ബൾബ് കത്തണമെങ്കിൽ ബൾബ് പ്രകാശിക്കുന്ന സംവിധാനം അതിൽ വേണം. ഫ്രിഡ്ജ് തണുപ്പിക്കാൻ ആ സംവിധാനം അതിൽ വേണം. അങ്ങനെ വ്യത്യസ്തമായ സംവിധാനം ഇതിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അവിടെ സംഭവിക്കുക എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഒരു എനർജി, അതൊരു ഒറ്റ എനർജിയാണ് ഇലക്ട്രിക് എനർജി. ഈ ഇലക്ട്രിക് എനർജീനെ മറ്റു എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എക്യുപ്മെൻറ്റ്സ് പരിചയപ്പെട്ട ശേഷം ഇലക്ട്രിസിറ്റി എന്താണ് എന്നതിനെ കുറിച്ച് വരാം. ഒരൊറ്റ എനർജിയെ നമ്മൾ വ്യത്യസ്തമായ എനർജിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഫാനിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? ഇലക്ട്രിക് എനർജി കൺവേർട്സ് ടു മെക്കാനിക്കൽ എനർജി. വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറും. കാരണം പ്രവൃത്തി സംഭവിക്കൽ അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഫാൻ കറങ്ങുകയാണ് ചെയ്യുന്നത്. ഈ ഫാൻ കറങ്ങുമ്പോൾ അവിടെ വൈദ്യുതോർജം ഇലക്ട്രിക് എനർജി അത് മെക്കാനിക്കൽ എനർജിയായി മാറും. നമ്മൾ ഊർജ്ജ സംരക്ഷണ നിയമം പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് എനർജി കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അതിനെന്താ പറയുന്നത്? എനർജി നമുക്ക് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, അത് മറ്റൊന്നിലേക്ക് മാറ്റാനേ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് മറ്റൊരു എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്ററിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കും. ഹീറ്ററിൽ എന്ത് സംഭവിക്കുന്നത്? ഇനി നമുക്ക് ആ വസ്തുവുമായി ബന്ധപ്പെട്ട് തന്നെ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. വരുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പോൾ ഇലക്ട്രിക് എനർജി കൺവേർട്സ് ടു ഹീറ്ററിൽ ഹീറ്റാണ്, ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ബൾബിൽ എന്താ സംഭവിക്കുന്നത്? ബൾബ് ഇൻകാൻഡസെന്റ് ലാമ്പ്, അവിടെ നമുക്ക് വെളിച്ചമാണ് ലഭിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇലക്ട്രിക് എനർജി കൺവേർട്സ് ടു ലൈറ്റ് എനർജി. അവിടെ ചെറിയൊരു കാര്യം കൂടിയുണ്ട്. സാധാരണ ഇൻകാൻഡസെന്റ് ലാമ്പ് പ്രകാശിക്കണമെങ്കിൽ കുറച്ച് താപവുമായിട്ട് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് കൂടുതൽ നാം അനുഭവിക്കുന്ന ലൈറ്റ് എനർജി ആയതുകൊണ്ട് നമുക്കെന്ന് പറയാം മേജർ എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജി കൺവേർട്സ് ടു ലൈറ്റ് എനർജി എന്ന് പറയാം. എന്നാൽ ഫ്ലൂറസെന്റ് ലാമ്പിൽ അങ്ങനെയൊന്നുമല്ല. ഫ്ലൂറസെന്റ് ലാമ്പിൽ എന്താ സംഭവിക്കുന്നത്? ലൈറ്റ് എനർജി തന്നെയാണ് കൂടുതൽ ലഭിക്കുന്നത്. LED നമുക്ക് ലൈറ്റ് എനർജി തന്നെയാണ് കൂടുതൽ സംഭവിക്കുന്നത്. അപ്പോൾ പ്രകാശിക്കുന്ന വസ്തുക്കൾ ലൈറ്റ് എനർജിയേക്ക് ഒരു മാറ്റം ചെയ്യപ്പെടുന്നു. ഹീറ്റർ നമുക്ക് ഹീറ്റ് എനർജി നമ്മൾ പറഞ്ഞു, ഫാനിൻ്റെ കാര്യം പറഞ്ഞു, ഹീറ്റ് പറഞ്ഞു, ലൈറ്റ് പറഞ്ഞു. ഇനി നമുക്ക് ചില വീടുകളിലൊക്കെ ഇൻവെർട്ടറൊക്കെ ഉണ്ടായിരിക്കും. കറണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലെ ബൾബും ഫാനൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില വീടുകളിൽ ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ബാറ്ററി സെറ്റ് ചെയ്യുമ്പോൾ ബാറ്ററിയിലേക്കും കുറച്ച് കറണ്ട് അതിൽ സ്റ്റോർ ചെയ്യണ്ടേ. ആ സ്റ്റോർ ചെയ്യാനുള്ള സമയത്ത് ഇലക്ട്രിക് എനർജി എന്തായിട്ടാണ് മാറുന്നത്? ദെൻ ദ ഇലക്ട്രിക് എനർജി കൺവേർട്സ് ടു കെമിക്കൽ എനർജി. അവിടെ ഇലക്ട്രിക് എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 4 മേഖലകൾ നമ്മൾ എടുത്തു. ഒന്ന് മെക്കാനിക്കൽ എനർജിയായി മാറുന്നു, ലൈറ്റ് എനർജിയായി മാറുന്നു, ഹീറ്റ് എനർജിയായി മാറുന്നു, കെമിക്കൽ എനർജിയായി മാറുന്നു. അതിനൊക്കെ നമ്മൾ പറയുക
ആ വസ്തുക്കളുടെ ഇഫക്ട്സ് എന്ന് പറയുക. ഹീറ്റ് ഇഫക്റ്റ്, ലൈറ്റ് ഇഫക്റ്റ്. ഇതാണ് ഈ പാഠം ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ഈ പാഠം ചർച്ച ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റ് ഇഫക്റ്റ് അതേപോലെ ലൈറ്റ് ഇഫക്റ്റാണ്. എങ്ങനെ അതിനെ ഹീറ്റ് എനർജിയിലേക്കും ലൈറ്റ് എനർജിയിലേക്കും മാറ്റാം, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് എന്താണ്, അതിനുള്ള സംവിധാനം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കണം. ഇലക്ട്രിസിറ്റി നല്ലൊരു വല്ലാത്തൊരു അവസ്ഥയുള്ള ഒരു ഊർജ്ജമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇലക്ട്രിസിറ്റിയെ കുറിച്ചൊന്ന് ആലോചിക്കുക. ഫ്ലോ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായി ഇലക്ട്രോൺ, എന്താണ് ഇലക്ട്രോൺ? അപ്പോൾ ഇലക്ട്രിസിറ്റിയിലേക്ക് വരുമ്പോൾ ഇലക്ട്രോൺ എന്നുള്ള കൺസെപ്റ്റ് ചില കുട്ടികൾക്ക് മാറുമ്പോൾ അത് എന്തോ ഒരു സാധാരണ തോന്നും. അതൊന്നല്ല, നമ്മൾ പരിചയപ്പെട്ട ഒരു വസ്തു തന്നെയാണ് അത്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആറ്റം പരിചയപ്പെട്ടിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ അല്ലേ, പാഠത്തിന്. എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചിരിക്കുന്നത് ആറ്റം കൊണ്ടാണ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. ഇന്നർ മോസ്റ്റ് പാർട്ട് ന്യൂക്ലിയസ് ആണ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. പാർട്ടിക്കിൾസ് ഉണ്ട്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ്. ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോണിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ഇലക്ട്രോൺ പഠിച്ചിട്ടുണ്ട്. ക്യാഷെൽ, എൽഷെൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇലക്ട്രോണുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വരുന്ന ഒരു മാറ്റവുമായിട്ട് വരുന്നത്. നമുക്കതിൻ്റെ ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസെപ്റ്റ് ഇങ്ങനെ നോക്കിയേക്കാം. ഈ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യിക്കുന്നു. മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കില്ലേ, എങ്ങനെയാണ്? നല്ല സ്പീഡുണ്ടോ? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പീഡ് ലൈറ്റ് സ്പീഡാണല്ലോ അല്ലേ. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് സ്പീഡ് വരിക. നല്ല സ്പീഡായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ മൂവ് ചെയ്യണം. മൂവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മൂവ് ചെയ്യുക? ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യാനുള്ളൊരു ഫോഴ്സ് ഉണ്ടാവണം. ആ ഇലക്ട്രോൺ മോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ്, നല്ലൊരു ഫോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യിക്കാൻ പറ്റും. എല്ലാറ്റിലും അങ്ങനെ സാധിക്കില്ല. ചില മെറ്റീരിയൽ മാത്രമേ ഇലക്ട്രോൺ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ആ മെറ്റീരിയലാണ് നമ്മൾ പറയുന്നത് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് പരിചയമുള്ള മെറ്റീരിയൽ മുഴുവൻ മെറ്റൽസാണ്. മെറ്റൽസാണ് അങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. നോൺ മെറ്റൽസ് ആയിട്ടുള്ള റബ്ബർ, പ്ലാസ്റ്റിക് മുതലായവയൊന്നും എന്തല്ല ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള സാഹചര്യത്തിലല്ല. അതുകൊണ്ട് അവയെ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നു. മറ്റേ കണ്ടക്ടർ, ഇത് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ കണ്ടക്ടേഴ്സ് വൈദ്യുതി കടത്തിവിടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മൂവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതിലിപ്പോൾ ഒരു വിശദീകരണമൊക്കെ നമുക്ക് കാണാമല്ലോ. ഉറുമ്പ് ഇങ്ങനെ അരിമണി കൊണ്ടുപോയി ലൈനായി പോകുന്ന പോലെയാണ് ഈ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുക. ഒന്നിന് പിന്നെ ഒന്നായിട്ട് ഇങ്ങനെ പോകുന്ന, ഒന്നും ഓവർകം ചെയ്യുന്നില്ല. പക്ഷെ ഉറുമ്പ് പോണ പോലെ പതുക്കെയല്ല പോകുക, നല്ല സ്പീഡാണ് പോവുക. ഇത് എവിടെയെങ്കിലും തടസ്സം വെച്ചാൽ അവിടെ തടസ്സം വയ്ക്കുന്ന സ്ഥലത്ത് എന്താണോ അവിടെ യോജിക്കുന്നെങ്കിൽ ആ തടസ്സത്തിനനുസരിച്ച രീതിയിൽ ഈ ഇലക്ട്രോൺ പെരുമാറും. അവിടെയാണ് ഉപയോഗിക്കുക. ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. കടത്തി വിടുന്നില്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടി അതങ്ങോട്ട് ചുട്ടുപഴുക്കാൻ തുടങ്ങും. അതിനൊരു മെറ്റീരിയൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ. അതാണ് നമ്മൾ ഹീറ്ററിലൊക്കെ ഉപയോഗിക്കുന്നത്. അതിൽ നിക്രോം കോയിലൊക്കെ ഉപയോഗിക്കുക. നിക്കൽ, ക്രോമിയം, അയണൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു അലോയ്, ഒരു ലോഹസങ്കരമാണ് അവിടെ. അവിടേക്ക് ഇത് കടത്തി വിടുമ്പോഴുണ്ടാകുന്നു ഈ ഇലക്ട്രോൺ കൊണ്ടുപോകുന്ന ചാർജുകളെ അല്ലെങ്കിൽ എനർജിയെ അവിടേക്ക് സ്റ്റോർ ചെയ്യുകയും റെസിസ്റ്റൻസ് കൂടുന്നതോടുകൂടെ അവ ചൂടാകുകയും ചെയ്യുന്നു. ഈ ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ട് മാഗ്നറ്റ് പോലെ മാഗ്നറ്റായി പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ. അപ്പോൾ എന്തുണ്ടാവും? ആ മാഗ്നറ്റിൻ്റെ അട്രാക്ഷനിൽ പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതിനെ ഒരു ഷാഫ്റ്റുമായി ഘടിപ്പിച്ച് കഴിഞ്ഞാൽ അട്രാക്ഷൻ ഒഴിവാക്കി അത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഫെയിം വർക്ക് ചെയ്യും. നന്നായി ചുട്ടുപഴുത്ത ഒരു ലോഹം അത് ധവളപ്രകാശം, വൈറ്റ് ലൈറ്റ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അപ്പോൾ അത് ലൈറ്റ് എനർജി ആയിട്ട് മാറും. അതാണ് നാം ഇൻകാൻഡസൻ ലാമ്പ് എന്ന് പറയുന്ന ലാമ്പുകൾ ഉപയോഗിക്കുന്നത്. ഇൻകാൻഡസൻ ലാമ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ബൾബില്ലേ, ബൾബാണ്. ധാരാളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ബൾബ് കണ്ടെത്തിയ ആളെ നിങ്ങൾക്കറിയാലോ അല്ലേ, ഞാൻ പറയുന്നില്ല പേരൊന്നും. അപ്പോൾ ബൾബ് കണ്ടെത്തിയ അദ്ദേഹം, പേരിപ്പോഴും പറയുന്നില്ല കേട്ടോ, പേര് എഴുതി തരാം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു?
ധാരാളം പരീക്ഷ നടത്തിയിട്ടാണ് അങ്ങനെ ഒരു മെറ്റീരിയൽ കണ്ടെത്തിയ ആ മെറ്റൽസ് ആണെന്ത് ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. ടങ്സ്റ്റന് കുറച്ച് ഗുണങ്ങളുണ്ട്. നന്നായി വലിച്ച് കമ്പി വളരെ നേരത്തെ കമ്പിയാക്കാൻ പറ്റും. സ്വർണ്ണൊക്കെ അങ്ങനെ ആക്കാൻ പറ്റും. നല്ല ഡക്റ്റിലിറ്റി തന്നെ നമ്മൾ പഠിക്കാം. ഡക്റ്റിലിറ്റി എന്ന് പഠിക്കുന്നത്. അപ്പോൾ ഡക്റ്റൈലാണ്, കമ്പിയാക്കാൻ പറ്റും. പിന്നെ നല്ല ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്. ഉരുകി വെള്ളമാകണമെങ്കിൽ നല്ലൊരു ടെമ്പറേച്ചർ വേണം. പിന്നെ അതിൻ്റെ പ്രത്യേകത ഇതാണ്, റെസിസ്റ്റൻസ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ചൂടായിട്ട് അത് ഹീറ്റ് മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഉദാഹരണ പ്രകാശം ലഭിക്കുന്നു. ചെറിയൊരു മഞ്ഞ നിറം അതിലുണ്ടായിരിക്കും. ആണ് ബൾബ്, ഫ്ലൂറസെന്റ് ലാമ്പിൽ ആൾക്കാർ. അപ്പോൾ ചെറുതായിട്ടൊരു ഔട്ട്ലൈനായി. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതാണ്. മൂവ് ചെയ്യുന്നത് ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഇലക്ട്രിസിറ്റി എന്ന് പറയുക. ആ കാര്യം മറക്കണ്ട കേട്ടോ. ഇലക്ട്രോണുമായി ബന്ധപ്പെട്ടിട്ട് ആ കാര്യം മനസ്സിലാക്കി വയ്ക്കണം. ഇനി നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇലക്ട്രോണിൻ്റെ കുറേ ടെക്നിക്കൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തൊക്കെ ഒന്ന് ഓർക്കണം. വോൾട്ട് എന്ന് പഠിച്ചു, വോൾട്ടേജ് എന്നൊക്കെ നമ്മൾ പഠിച്ചത്. വോൾട്ടേജ് അല്ലേ, വോൾട്ടേജ് കുറവാണ് എന്നൊക്കെ പറയാം അല്ലേ, പവറുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അതുപോലെ വാട്ട് പറയാമല്ലോ, വാട്ട് ഇത് 40 വാട്ടിൻ്റെ ബൾബാണ്. ഫാൻ വർക്ക് ചെയ്ത് ഫാൻ 50 വാട്ടാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എങ്ങനെയാണ് അതിനെക്കുറിച്ച്? വാട്ട് W, വോൾട്ടേജ് V, ഇത് നമുക്ക് അറിയുന്ന രണ്ടെണ്ണമാണ്. പവർ നമ്മൾ ഉപയോഗിക്കുന്നത് P പഠിച്ചില്ലേ, P/W/T എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. എന്നാൽ ഇലക്ട്രിക്കൽ ചാർജ് എന്ന് പറയുന്ന സാധനം അതാണ് കൂളോ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുല നമ്മൾ പഠിക്കുന്നത്. അതൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യും. ഇനി നമുക്ക് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു സർക്യൂട്ടിനെ കുറിച്ച് പരിചയപ്പെടാം. ഏറ്റവും സിമ്പിൾ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒരു ഇലക്ട്രിക്കൽ സോഴ്സ്, ഇലക്ട്രിസിറ്റിയുടെ ഒരു സോഴ്സ് ഉണ്ടാകാം. പിന്നെ അത് കടത്തി വിടുന്ന കുറച്ച് ഒരു കമ്പി ഉണ്ടാകും, രണ്ട് കമ്പി ഉണ്ടാകും. പിന്നെ ആ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റ്സ് ഉണ്ടാകും. ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യം പറയാം, ഒരു ബാറ്ററി ഇലക്ട്രിക്കൽ സോഴ്സാണ്. 2 കോപ്പർ വയർ അതിൻ്റെ നോബിൻ്റെ ഭാഗത്തും ഡിപ്പിൻ്റെ ഭാഗത്തും ഘടിപ്പിച്ചിട്ട് അതിങ്ങനെ